ഇനി ഞാൻ പറയാൻ പോകുന്ന സിനിമ എടുത്ത ഡയറക്ടർ എന്നെ കണ്ടിട്ട് പോസിറ്റീവ് റിവ്യൂ പറഞ്ഞ പടത്തിനെ കുറിച്ചാണ്. മൂവി നന്നായിട്ടുണ്ടെന്നുള്ള എൻ്റെ അഭിപ്രായം. ഞാൻ ഡയറക്ടർ തന്നെയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് പൊതുവെ നല്ല അഭിപ്രായമാണ്. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. പടം തുടങ്ങുന്ന ഒരു പഞ്ചായത്തിൽ ഒരു പ്രേത വീടുണ്ട്. ആ പ്രേത വീട്ടിലേക്ക് വെക്കേഷൻ എൻജോയ് ചെയ്യാൻ കുറച്ച് ആൾക്കാർ വരും. ചില്ലറ പ്രാന്തൊന്നല്ല കേട്ടാ. പിന്നെ ഇവര് ആ പ്രേത വീട്ടിൽ പോകും. എന്നിട്ട് ഇവരുടെ പിള്ളേര് ആ പ്രേത അവിടെ വൈബ് ചെയ്തോണ്ടിരിക്കുന്ന റൂമിൽ പോയിട്ട് അവിടെ ഒളിച്ച് കളിക്കാനായിട്ട് പോകും. അതൊരു ത്രില്ലല്ലേ? ഏതോ ഒരു അജ്ഞാത ശക്തി, പിന്നൊന്നും ഓർമ്മയില്ലടോ. ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം ആ ചേച്ചിയാകെ ടെൻഷനായിട്ട് വെടി വഴിപാട് നടത്താനായിട്ട് അമ്പലത്തേക്ക് പോവും. പിന്നെ അവിടെ നിൽക്കുന്ന ഒരാള് ഇവിടുത്തെ വെടിയൊന്നും പോരാലോ, ഒട്ടും ശബ്ദമില്ലാലോ എന്നങ്ങ് പറയും. ഇത് കേൾക്കുമ്പോ ആ വെടിമരുന്ന് ഉണ്ടാക്കിയ ആള് വന്നിട്ട് അവന്റെ മേത്ത് വെച്ച് പൊട്ടിക്കും. എന്താ കൈ പൊങ്ങുന്നില്ലേ? വെറുതെ എന്റെ പടക്കം തീർക്കല്ലേ. പിന്നെ അവിടെ വെച്ചൊരു സ്വാമീനെ കാണും. അയാൾ ഇന്ന് രാത്രിയാകുമ്പോ വീട് വിട്ട് പോയില്ലെങ്കിൽ നിങ്ങളുടെ പ്രേതം പിടിക്കുമെന്ന് പറയും. മറ്റവരത് മൈൻഡ് ചെയ്യില്ല. A few moments later. പിന്നെ ആ വീട്ടിക്ക് മറ്റേ സ്വാമി വന്നിട്ട് ഇവനെ കൊന്നത് പ്രേതാണെന്ന് പറയും. ഇതെങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റുന്നു? ഞാനെ കൊന്നേ മര്യാദക്ക് ഞാൻ പറഞ്ഞതാ വീട് വിട്ട് പോവാൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ സുഖമായിട്ട് വീട്ടിൽ പോയിട്ട് കക്കായിരുന്നു. ഇവന്മാരുള്ള കാരണം ഇവന്മാരെ ഇങ്ങ് തട്ടി. പിന്നെ ഡെഡായി പോയ ആൾക്കാരുടെ ആ കൊച്ചിനെ അപ്പുറത്തെ വീട്ടിലുള്ള ആൾ എടുത്ത് വളർത്തി വലുതാക്കിയിട്ട് ഒരു മുല്ലപ്പൂ ചേച്ചിയാക്കി മാറ്റും. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല ഭായി. പിന്നെ ഇവരുടെ പഞ്ചായത്തിൽ കുറച്ച് പരീക്ഷണമൊക്കെ നടത്തുന്ന കുറച്ച് ആൾക്കാരുണ്ട്. എന്താ അവരുടെ പരീക്ഷണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാമ്പിന്റെ മാളത്തിൽ കൈയിട്ടിട്ടുണ്ടെങ്കിൽ പാമ്പ് കൊത്തുമെന്നുള്ള പരീക്ഷണമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കണേ. നിങ്ങൾക്ക് എൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? എന്താണോ കുത്തൽ. ഇവരുടെ ഈ പരീക്ഷണമൊക്കെ കാണുമ്പോ പാമ്പ് സാറിന് സ്നേഹം കൂടിയിട്ട് അവന്റെ കൈമൊന്ന് കിസ് ചെയ്യും. അങ്ങനെ അവൻ വൈദ്യന്റെ അടുത്ത് പോവും. വൈദ്യൻ എന്നിട്ട് അവനെ രക്ഷിക്കും. മഴക്കാലത്ത് മണ്ണിരെ ഒന്ന് കൊഴുത്തെന്ന് കരുതി ഈ മൂർഖം പാമ്പിന്റെ വീട്ടിൽ വന്ന് പെണ്ണാലോചിക്കരുത്. പിന്നെ നാട്ടിലൊരു കോഴിയണ്ണനുണ്ട്. അവനാ മറ്റേ പെണ്ണിന്റെ പിന്നാലെ നടന്ന് കോഴിത്തരം കാണിക്കും. എന്നെ നോക്കൂ പെണ്ണെ, എന്നെ നോക്കൂ പെണ്ണെ, ഞാൻ സുന്ദരനല്ലേ, ഞാൻ സുന്ദരനല്ലേ. ഇവന്റെ ഈ കോഴിത്തരൊക്കെ കണ്ടിട്ട് ആ പാമ്പിന്റെ കയ്യിൽ നിന്ന് കിസ് കിട്ടിയ ഗ്യാങ്ങിലുള്ള ആൾക്കാർ വന്നിട്ട് ആ പെണ്ണിനെ രക്ഷിക്കും. ഈ സീൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പരസ്പര ബന്ധമില്ലാത്തൊരു സീൻ കാണിക്കും. എന്നിട്ട് അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ സിനിമയിൽ അഭിനയിച്ച ആൾക്കാർ ബക്കറ്റ് പിരിവ് നടത്തുന്നത്. എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ പ്രൊഡ്യൂസർ പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾക്ക് അഭിനയിക്കണമെങ്കിൽ നിങ്ങൾ ബക്കറ്റ് പിരിവ് നടത്തിയിട്ട് പൈസ ഉണ്ടാക്കിക്കോ, എന്നാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അമ്മ പൈസ വല്ലതും തരണേ അമ്മേ, നിങ്ങൾ പൈസ തന്നാൽ ഞങ്ങൾക്ക് സിനിമ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയാണ് അമ്മേ. അമ്മ പൈസ വല്ലതും തരണേ അമ്മേ, നിങ്ങൾ പൈസ തന്നാൽ ഞങ്ങൾക്ക് സിനിമ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി അമ്മേ. കാസർഗോഡ് മുതൽ പിന്നെ തലസ്ഥാന നഗരിയിലെ തിരുവനന്തപുരം വരെയുള്ള ആളുകൾ ഇതിൽ അഭിനയിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഒരുപാട് ആളുകൾക്ക്, പുതുമുഖങ്ങൾക്ക് ഒരുപാട് ആളുകൾക്ക് ഇതിൽ അവസരം കൊടുത്തിട്ടുണ്ട്. എന്തിന് ബക്കറ്റ് പിരിവ് നടത്താനാ? പിന്നെ കോഴിയെണ്ണം മറ്റോമാരെ തല്ലാനായിട്ട് ഗുണ്ടകളെ കൊണ്ടുവരും. എന്നിട്ട് അവിടെ വൻ തല്ലാവും. പിന്നെ ഈ ഫൈറ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് ഷൈനെണ്ണം വരും. എന്നിട്ട് ഈ ലോകത്ത് ഇതുവരെ കണ്ടുപിടിക്കാത്ത ഒരു ഭാഷയിൽ മാസ് ഡയലോഗ് പറയും. അയാൾ എന്താ പറയുന്നേ? എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയുന്നു. നിനക്കൊല്ല കേൾക്കാൻ പറ്റണ. പിന്നെ ഷൈനെണ്ണം പോലീസ് അവിടെ തല്ലുണ്ടാക്കിയ ഗുണ്ടകളെ പോയി തല്ലും. മനസ്സിലായ എന്തേലും പൊളന്നു നമ്മള് അമ്മാതിരി പവറാ. പിന്നെ ഷൈനണ്ണൻ അവിടുത്തെ ഗുണ്ടകളെ തല്ലേന്റെ സന്തോഷത്തിൽ ഒരു സോങ് ഇടും. കാണാൻ പറ്റില്ലല്ലോ.
പിന്നെ ഷൈനണ്ണൻ സ്റ്റേഷനിലേക്ക് പോവും. അല്ലാതെ എന്നിട്ട് സ്റ്റേഷൻ അതല്ലെങ്കിൽ വലിയ വീടാ. പിന്നെ ആ സെല്ലിൽ കിടക്കണ കള്ളനെ കാണുമ്പോൾ ഷൈനണ്ണൻ അവന് കുഴിമന്തി വാങ്ങാനായിട്ടുള്ള പൈസയും കൊടുത്തിട്ട് അവനോട് പൊക്കോളം പറയും. എന്ത് നല്ല വൃത്തികെട്ട മനുഷ്യനല്ലേ. പിന്നെ ആ സ്റ്റേഷനിലേക്ക് ഒരു അപ്പൂപ്പൻ വരും. ആളുടെ പൈസ ബസ്സിൽ വെച്ച് ഒരു കള്ളനടിച്ചു മാറ്റി. ഷൈനണ്ണൻ അത് ആരാന്ന് കണ്ടുപിടിക്കും. ആ ബസ്സിലെ കണ്ടക്ടറാ. എന്നിട്ട് ആളൊന്ന് ഉപദേശിക്കും. എന്താ ഷൈട്ട പറഞ്ഞ ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. പിന്നെ ഷൈനണ്ണൻ വീട്ടിൽ പോയിട്ട് വലി തുടങ്ങും. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്. പിന്നെ ഷൈനണ്ണൻ അവിടുത്തെ പ്രേത വീട്ടിൽ കുറച്ച് ഡയമണ്ട്സ് ഉണ്ടെന്ന് അറിയും. എന്നിട്ട് ആ വീട്ടിൽ പോകുമ്പോ മറ്റേ പെണ്ണിനെ അവിടെ കാണും. അപ്പൊ അവളെ അങ്ങ് തട്ടും. പിന്നെ മോർണിംഗ് ആവുമ്പോ പോലീസുകാരൊക്കെ അങ്ങോട്ട് വരും. People watching and did uncle cry. കഷ്ടം തന്നെ മുതലാളി, കഷ്ടം തന്നെ. എന്റെ പൊന്നോ ഒടുക്കത്ത അഭിനയം. പിന്നെ ആ ഡെഡായി പോയ പെണ്ണിനെ ചേട്ടനുണ്ട്. അന്ന് ഷൈനണ്ണൻ ഇവിടെ കൊല്ലാൻ നോക്കിയപ്പോ ആ വീട്ടിൽ അവനുണ്ടായിരുന്നു. സ്വയരക്ഷയ്ക്ക് വേണ്ടിയല്ലേ നമുക്കിത് പോലീസിനോട് പറയാം. പോലീസിനോട് നീ പറഞ്ഞ് മനസ്സിലാക്ക്. ഞാൻ വക്കീലുമായിട്ട് വരാം. പിന്നെ ആ നാട്ടുകാർ അവളുടെ ചേട്ടനും കൂടി അവളെ കൊന്ന കേസ് തെളിയിച്ചിട്ട് ഷൈൻ ടോമിനെതിരെ തെളിവുണ്ടാക്കിയിട്ട് സീനിയർ ഓഫീസറിന് കൊണ്ടു കൊടുക്കും. നിങ്ങൾ ചോദിക്കും ഈ പോലീസുകാർ ചെയ്യേണ്ട പണി ഈ നാട്ടുകാരാണോ ചെയ്യണേന്ന്. കാരണം ഇതൊരു പേട്ടപ്പടാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ പോലീസുകാർ ഷൈനണ്ണനെ അറസ്റ്റ് ചെയ്യും. പിന്നെ മറ്റവളുടെ ചേട്ടൻ ആ പ്രേത വീട്ടിൽ നിന്ന് ഡയമണ്ട് കിട്ടും. നല്ല കല്ല് അക്വേറിയത്തിൽ നിന്നും കൊണ്ടിടാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വന്തം അനിയത്തിന് പോലും രക്ഷിക്കാൻ വയ്യാണ്ട് ഓടിപ്പോയി അവൻ ഈ പ്രൊട്ടക്ടറിന്റെ വേഷം ഇട്ടിട്ടൊക്കെ വരും. നീ എന്താ ഈ കത്തി വേഷത്തില്? ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വല്ലതും ഉണ്ടോ? നന്നായിട്ട് ചേരുന്നുണ്ട്. അങ്ങനെ പടം കഴിഞ്ഞു. ഈ അവസാനം ഒരു കാട്ടി കൂട്ടി പരിപാടി എന്നിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് പാർട്ടിന് വേണ്ടിയുള്ള പരിപാടിയാ. എന്തായാലും ആ വാളൊക്കെ നീ താഴെ വെച്ചോ. എന്തായാലും സെക്കൻഡ് പാർട്ട് ഇറങ്ങാൻ പോണില്ല. അങ്ങനെ ഈ റോളും നഷ്ടമായി.